അദൃശ്യനാവുക, ഇൻവിസിബിൾ ആവുക, ഇതൊക്കെ നമ്മൾ സിനിമയിലാണ് കാണാറ്. പക്ഷേ നമ്മുടെ കേരളത്തിൽ തിരുവിതാംകൂറിൽ ഒരു പഴയ നാടോടി കഥയുണ്ട്. ഒരു പുലയ രാജാവിൻ്റെ, കാളിപ്പുലയൻ്റെ ഇൻവിസിബിളായി പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ പത്മനാഭനെ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഉണ്ണിത്തൈലം കണ്ടുപിടിച്ചത്. ഈ ഉണ്ണിത്തൈലം തലയിൽ പുരട്ടിയാണ് അദ്ദേഹം അദൃശ്യനായി അമ്പലത്തിൽ പോയത്. നമ്മുടെ ചുറ്റും ഇതേപോലെ ഒരുപാട് നാടോടി കഥകളുണ്ട്. പക്ഷേ തിരുവിതാംകൂറിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ അന്നത്തെ ബ്രിട്ടീഷ് എത്നോഗ്രാഫർമാരായിട്ടുള്ള എഡ്ഗർ തേഴ്സ്റ്റൻ്റെയും സാമുവൽ മറ്റീറിൻ്റെയും ഒക്കെ റെക്കോർഡ്സ് വായിക്കുമ്പോൾ കേരളത്തിൽ തിരുവനന്തപുരത്ത് പ്രത്യേകിച്ച് പുലിയ കമ്മ്യൂണിറ്റീസിൻ്റെ ഇടയിൽ പുലയനാർ കോട്ട എന്ന് പറഞ്ഞൊരു സ്ഥലവും അവിടുത്തെ പുലയ രാജ കാളിപ്പുലയൻ എന്ന് പറയുന്ന ഒരുപാട് റെഫറൻസസ് ഉണ്ട്. പക്ഷേ നാടോടി കഥകൾ അനുസരിച്ച് ഇദ്ദേഹത്തിന് ഒരുപാട് അമാനുഷിക ശക്തികളുള്ള ആളായിരുന്നു. ആ അമാനുഷിക ശക്തി വെച്ചിട്ടാണ് ഇദ്ദേഹം ഉണ്ണിത്തൈലം എന്ന് പറഞ്ഞൊരു തൈലം കണ്ടുപിടിച്ചത്. ഇദ്ദേഹത്തിന് അന്ന് വലിയ ആഗ്രഹമായിരുന്നു പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ പോയി പത്മനാഭനെ പ്രാർത്ഥിക്കുക എന്നുള്ളത്. പക്ഷെ ആ കാലഘട്ടത്തിൽ സാധാരണക്കാർക്കും താഴ്ന്ന ജാതിക്കാർക്കും അമ്പലത്തിൽ പ്രവേശനമില്ല. അങ്ങനെ ഇദ്ദേഹം ഈ തൈലം തലയിൽ പുരട്ടിയാണ് അദൃശ്യനായി അമ്പലത്തിൽ പോയി പത്മനാഭനെ പ്രാർത്ഥിച്ചത്. ഉണ്ണിത്തൈലം വെച്ച് എന്തായാലും അമ്പലത്തിൽ പോയി കൃത്യമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പക്ഷെ അവിടെയാണ് രാജാവിന് ആ സമയത്ത് ഒരു സംശയം തോന്നിയത്. കാരണം അവിടെ അമ്പലത്തിനകത്ത് രാജാവിന് കഞ്ഞി വിളമ്പും, അതൊരു ആചാരത്തിന്റെ ഭാഗമായി. ഈ കഞ്ഞി വിളമ്പുന്ന സമയത്ത് കാളിപ്പുലയനും അദൃശ്യനായിരുന്ന് ഈ കഞ്ഞി കുടിക്കും. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ രാജാവിന് ഒരു സംശയം തോന്നി, ഈ കഞ്ഞിയുടെ അളവ് കുറഞ്ഞു വരുന്നു. അങ്ങനെ കൊട്ടാരത്തിലുള്ള അവിടുത്തെ ജോത്സനെയൊക്കെ വിളിച്ചു വരുത്തിയപ്പോഴാണ് മനസ്സിലായത് ഇവിടെ ഏതോ ഒരു അദൃശ്യ ശക്തി ഉണ്ട് എന്നുള്ള ഒരു നിഗമനത്തിൽ അവരെത്തി. അങ്ങനെ അടുത്ത ദിവസം വളരെ ചൂടായിട്ടുള്ള കഞ്ഞി പാത്രത്തിൽ വിളമ്പിയപ്പോഴാണ് ഈ ചൂട് കാരണം കാളിപ്പുലയന്റെ ആ ഇൻവിസിബിലിറ്റി പുറത്തേക്ക് വന്നു, അദ്ദേഹത്തിനെ കാണാൻ പറ്റി. ഇനിയാണ് രണ്ട് ചരിത്രം അല്ലെങ്കിൽ നാടോടി കഥ രണ്ട് രീതിയിൽ പ്രചരിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. തിരുവിതാംകൂറിൽ രാജാവ് കാളിപ്പുലയന്റെ ഈ ഇൻവിസിബിലിറ്റി മാറ്റി കഴിഞ്ഞപ്പോൾ അദ്ദേഹം വളരെയധികം ഇദ്ദേഹത്തിന്റെ ഭക്തി കണ്ട് സന്തോഷിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ മറ്റു ചിലയിടങ്ങളിൽ മധ്യ തിരുവിതാംകൂർ ഭാഗങ്ങളിൽ ഇദ്ദേഹത്തിനെ തൂക്കിക്കൊന്നു എന്നുള്ളൊരു ചരിത്രം കൂടെ ഉണ്ട്. കാരണം അതുകൊണ്ടാണ് പലപ്പോഴും പറയുന്നത് ഇദ്ദേഹത്തിന്റെ ആത്മാവ് അമ്പലത്തിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നീട് പിച്ചള പാത്രങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരെ പാത്രങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ ആത്മാവ് ബുദ്ധിമുട്ടിച്ചെന്ന് പറയുന്നൊരു കഥയുണ്ട്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് പ്രത്യേക വിശ്വകർമ്മ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ പ്രത്യേക പൂജകൾ നടത്തിയാണ് കാളിപ്പുലയനെ പിന്നീട് പ്രീതിപ്പെടുത്തി എന്നുള്ളൊരു കഥയും കൂടെ ഉണ്ട്. എന്തായാലും അന്നത്തെ കാലത്ത് ഇൻവിസിബിൾ ആവുക, അദൃശ്യനാവുക, പ്രാർത്ഥിക്കുക എന്നുള്ളൊരു കാര്യമൊക്കെ രസകരമായ ഒരു ചരിത്രം തന്നെയാണ്. ഇതൊരു നാടോടി കഥയാണെങ്കിലും വളരെ രസകരമായ ഒരു കഥ തന്നെയാണ്.